വളരെ പ്രയാസമേറിയ വാർത്തകളാണ് വയനാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അഫ അമിന അഹ്ലുൽ ഖുറ അൻ യഅതിയഹും ബഅസുന ബയാതൻ വഹും നായിമൂൻ. അവ അമിന അഹ്ലുൽ ഖുറ അൻ യഅതിയഹും ബഅസുന ളുഹൻ വഹും യൽഅബൂൻ. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുകയാണ്, നിങ്ങൾ നിർഭയമാകുന്നു മനുഷ്യരെ, നിങ്ങളിങ്ങനെ തോന്നിയതുപോലെ ജീവിച്ചുകൊണ്ട് പകുതി നിസ്കരിച്ച് പകുതി നേരം നിസ്കരിച്ച് പകുതി നേരം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഒരുപാട് നിസ്കാരം ഖളാ വീട്ടാനുണ്ട്, ഒരുപാട് നോമ്പുകൾ ഖളാ വീട്ടാനുണ്ട്, നിർബന്ധമായ ഒരുപാട് ബാധ്യതകൾ നിർവഹിക്കാനുണ്ട്. ഇതെല്ലാം വീട്ടാതെ ഇങ്ങനെ കളിച്ച് രസിച്ച് നടന്ന് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി ഇങ്ങനെ ഭാര്യയും കെട്ടിപ്പിടിച്ചുകൊണ്ട് സുഖമായി കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അള്ളാഹുവിൻ്റെ അതിശക്തമായ ഒരു അദാബ് വരില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരിക്കലും അങ്ങനെ കരുതരുത്. അള്ളാഹുവിൻ്റെ അതിശക്തമായ അദാബ് അത് എപ്പോഴാണ് എങ്ങനെയാണ് വരിക എന്ന് ആർക്കും പറയാൻ ഒക്കില്ല. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവ അമിന അഹ്ലുൽ ഖുർആൻ യഅതിയഹും ബഅസുന ളുഹൻ വഹും യൽഅബൂൻ. നിങ്ങളിങ്ങനെ അർദ്ധരാത്രിയിലല്ലേ അദാബ് വന്നത്? അർദ്ധരാത്രിയിലല്ലേ അതിശക്തമായ വെള്ളപ്പാച്ചിലും മഴവെള്ളപ്പാച്ചിലൊക്കെ വന്നിട്ടുള്ളത്? പകലെങ്ങനെ ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നല്ല പട്ടാപ്പകല് നിങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും അതിശക്തമായിട്ടുള്ള അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങാം. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും തയ്യാറായി നിൽക്കണം എന്നുള്ളത് വിശുദ്ധ ഖുർആൻ്റെ സന്ദേശം നാം ഓർക്കേണ്ടതുണ്ട്. നമ്മൾ ഏതു സമയത്തും കളിച്ചും രസിച്ചും നടക്കുന്ന സമയത്ത് അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ജീവിതമാണോ നയിക്കുന്നത് നാം ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ നിസ്കാരങ്ങൾ ഖളാ ആയ നിസ്കാരം നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. നഷ്ടപ്പെട്ട നിസ്കാരങ്ങളെല്ലാം പൂർത്തിയാക്കി വീട്ടേണ്ടതുണ്ട്. നമുക്കറിയാം, പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൽപ്പിക്കുന്നത് നമുക്ക് അത്യാവശ്യം ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനുമൊക്കെയുള്ള സമയം മാറ്റി നിർത്തി ബാക്കി എല്ലാ സമയവും ഖളാ ആയ നിസ്കാരങ്ങൾ നാം വീണ്ടെടുക്കേണ്ടതുണ്ട്. അതേ പ്രകാരം തന്നെ ഖളാ ആയിട്ടുള്ള നോമ്പുകൾ നാം വീണ്ടെടുക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളിലേക്ക് നാം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. പക്ഷെ അതിലൊന്നും മുഴുകാതെ ഒഴിവ് സമയങ്ങൾ കിട്ടുന്ന സമയങ്ങളെല്ലാം ആർത്തൽട്ടഹസിച്ച് കളിച്ച് രസിച്ച് നടക്കുകയാണെങ്കിൽ എപ്പോഴാണ് അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങുക എന്ന് നമുക്കറിയില്ല. നമ്മുടെ മരണം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. ആ സമയത്ത് അല്പസമയം ഒന്ന് പിന്തിച്ചു തരും. അബ്ബിർജിഉനി ലഅല്ല യഅമലു അമലൻ സ്വാലിഹൻ അനതസദ്ദഖു. ഞാൻ സ്വതക്ക ചെയ്യാം, കുറച്ച് സമയം തരൂ, ഞാൻ നിസ്കരിച്ചോട്ടെ, എൻ്റെ അടുത്ത് ഒരുപാട് സമ്പത്തും ഞാനൊന്ന് സ്വതക്ക ചെയ്തോട്ടെ എന്നൊരു സെക്കൻഡ് പിന്തിച്ചു തരാൻ വേണ്ടി പറഞ്ഞാൽ അവിടെ സമയം പിന്തിച്ചു തരുകയില്ല. ആ സമയത്ത് തന്നെ നമ്മുടെ മരണം സംഭവിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ സമയവും വളരെ കൃത്യമായി നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ അദാബ് ഇറങ്ങുന്ന സമയത്ത് പോലും എല്ലാം കളിയിലും രസത്തിലുമാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാകുന്ന മഴ, ആ മഴ കൊണ്ട് കളിയാണ്. വെള്ളം ഒന്നുയരുമ്പോൾ അതുകൊണ്ടും കളിയാണ്. അത് ആസ്വദിക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയ അദാബ് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എത്ര ആളുകളാണ്, വയസ്സായ ആളുകൾ, അവരിങ്ങനെ ഗീബത്ത് നമീമത്ത് പറഞ്ഞുകൊണ്ട് അവിടെയും ഇവിടെയും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില ആളുകളില്ലേ? അവർക്കത് നിർത്താൻ സമയമായിട്ടില്ലേ? ഇത്തരം അദാബുകൾ അവർക്ക് ചിന്തിക്കേണ്ടതില്ലേ? നോക്കൂ നിങ്ങൾ, യുവാക്കൾ എത്ര തരത്തിലുള്ള കളികളാണ് അവർക്ക്. സുബ്ഹാനല്ലാഹ്, അവർ യാത്ര ചെയ്തുകൊണ്ടും ഉല്ലാസയാത്ര, അതൊക്കെ വളരെ നല്ല തന്നെ, ഉല്ലാസയാത്രയൊക്കെ വളരെ നല്ല കാര്യം തന്നെ. പക്ഷേ അത്തരം യാത്രകളിലും മറ്റൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് ചിന്തിക്കാതെ, അള്ളാഹുവിൻ്റെ അദാബിനെ കുറിച്ച് ചിന്തിക്കാതെ, ഗ്രൂപ്പുകളുടെ പേരിലോ മറ്റ് വർഗത്തിൽപ്പെട്ട ജാതിയുടെ വർണ്ണത്തിൻ്റെ പേരിൽ പരസ്പരം പരിഹസിച്ചും കളിച്ചുകൊണ്ടും നടക്കുന്ന സാഹചര്യത്തിൽ നമുക്കും അതേ വെള്ളത്തിൽ തന്നെ, വെള്ളം കാണാൻ പോയ അതേ വെള്ളത്തിൽ തന്നെ നാമും അകപ്പെട്ടേക്കാം എന്നുള്ള ചിന്ത പോലും ഇല്ലാതെ അവരൊന്നും ഒഴുകിപ്പോയിരുന്നുവെങ്കിൽ എന്നൊക്കെ പരിഹസിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ സുഹൃത്തുക്കളെ, അത്തരം ചിന്താഗതി നാം മാറ്റേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും. അവർ നല്ല മഴ വർഷിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തിന്? കൃഷി ഉഷാറാവാനല്ല, അതുപോലെ നല്ല കാര്യങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടല്ല. എന്താ, സ്കൂളും മദ്രസയൊക്കെ ഒന്ന് പൂട്ടിക്കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ പ്രാർത്ഥിക്കുമ്പോൾ അത് കുട്ടികളാണ്. പക്ഷേ അത് കേൾക്കുന്ന രക്ഷിതാക്കൾ അതിനെ പ്രോത്സാഹിപ്പിച്ച് ചിരിച്ചുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചതും
വീഡിയോ മറ്റ് ഗ്രൂപ്പുകളിലേക്കും മറ്റൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അദാബ് മഴയായി വരുമോ എന്നുള്ളത് കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഓരോ രക്ഷിതാക്കളും അവരുടെ മക്കളെ വളർത്തേണ്ട രൂപം നാം ചിന്തിക്കേണ്ടതുണ്ട്. അവരുടെ നിസ്കാരം മറ്റെല്ലാ ഇബാദത്തുകളൊക്കെ വർദ്ധിപ്പിച്ച് അവരെ ഉത്ഭവിപ്പിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ പ്രോത്സാഹനം നൽകേണ്ടത്. അല്ലാതെ തമാശ എന്ന പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹമാകുന്ന മഴ, ആ മഴയെ പരിഹസിക്കുകയാണെങ്കിൽ അതൊരു അദാബായി മാറിയേക്കാം. അള്ളാഹു ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.